ഈ വർഷം 2024 ആദ്യം മുതൽ തന്നെ ഒത്തിരി ബ്ലോക്ക് ബസ്റ്ററുകളും സൂപ്പർ ഹിറ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താ? എന്നാൽ അതിനെല്ലാം ഒരു കണ്ണുതട്ടൽ പോലെ ഉണ്ടായ ഒരു മാസമായിരുന്നു 2024 ജൂൺ. ഒരു ബ്ലോക്ക് ബസ്റ്റർ പോലും ഇല്ലാത്തൊരു മാസം. ഇറങ്ങിയ 99% പടങ്ങളും ആറ്റം അൾട്രാ ബോംബുകൾ. ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ മുതൽ മണിക്കുട്ടന്റെ വരെ പടങ്ങൾ റിലീസായ മാസം. വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും കുറച്ച് നല്ല സിനിമകളും ജൂൺ മാസത്തിൽ റിലീസായിരുന്നു. അങ്ങനെ റിലീസായ പടങ്ങൾ ഏതൊക്കെ, അതുപോലെ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചുപോയ പടങ്ങൾ ഏതൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മന്ത്ലി അനാലിസിസ് ജൂൺ. വൈകിപ്പോയോ ആചാര്യപുത്ര? അപ്പോ കൂടുതൽ സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. കുഞ്ഞു ഹൃദയം അഥവാ ലിറ്റിൽ ഹാർട്ട്സ്. ഷൈൻ നിഗം, ബാബുരാജ്, ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എബി ട്രീസ പോൾ, ആൻഡോ ജോസ് പെരേര എന്നീ ഇരട്ട സംവിധായകർ ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയാണ് ലിറ്റിൽ ഹാർട്ട്സ്. ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ എന്ന ലേബലിലാണ് പടം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്. RDXന് ശേഷം ഷൈൻ നിഗം മഹിമ കോംബോ വീണ്ടും ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ലിറ്റിൽ ഹാർട്ട്സ്. എന്നാൽ RDX പോലൊരു റിസൾട്ട് അല്ലായിരുന്നു ലിറ്റിൽ ഹാർട്ട്സിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത്. സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ഒരു ബിലോ ആവറേജ് ലെവൽ റിപ്പോർട്ട്സ് ആണ് പടത്തിന് കിട്ടിയത്. സിനിമയുടെ ട്രെയിലർ കണ്ട ചിലരെങ്കിലും പടം നല്ലൊരു എന്റർടൈനർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന ഒരു ലെവലിലായിരുന്നു പടത്തിന്റെ ഔട്ട്പുട്ട്. പക്ഷേ വെറുമൊരു റൊമാന്റിക് കോമഡി തട്ടിക്കൂട്ട് പടമൊന്നും അല്ലായിരുന്നു ലിറ്റിൽ ഹാർട്ട്സ്. സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട് സിനിമ. അതെന്തെന്ന് പറഞ്ഞ് ഞാൻ സ്പോയിൽ ആക്കുന്നില്ല. പടം OTT-യിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലായിക്കോളൂ. ആമസോൺ പ്രൈമിലാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഒരുപാട് സിനിമകൾ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു ത്രെഡ് കൂടിയാണ് ഈ സിനിമയിൽ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം പ്രേക്ഷകർക്കും വലിയൊരു താല്പര്യം സിനിമയിൽ തോന്നാത്തത്. പക്ഷേ പടത്തിലെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. പ്രത്യേകിച്ച് ഷൈൻ നിഗം ബാബുരാജ് കോംബോയൊക്കെ കിടുവായിരുന്നു. ഷൈനിന്റെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് വരെ നമ്മളെ ചിരിപ്പിക്കാറുണ്ട്. അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇതിലുമുണ്ട്. ബാക്കി അഭിനയിച്ചവരും നന്നായിരുന്നു. രഞ്ജി പണിക്കർ, മഹിമ ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഹിമ നമ്പ്യാർ അന്യായ ലുക്കായിരുന്നു ഈ പടത്തിൽ. അത് എന്ത് തന്നെ ആയാലും പടം ഇറങ്ങിയ സമയത്ത് ചെറിയ രീതിക്ക് ചർച്ചാ വിഷയമായി. പടമല്ല, പടത്തിന്റെ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറഞ്ഞ ചില കാര്യങ്ങൾ, അതാണ് ചർച്ചാ വിഷയമായത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. മലയാള സിനിമയിൽ സ്ത്രീ പ്രൊഡ്യൂസർമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും പുരുഷ മേധാവിത്വമാണ് ഇവിടെ ഉള്ളതെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. ഫ്രീ ടിക്കറ്റുകൾ കൊടുത്ത് ആളുകളെ തിയേറ്ററിൽ കയറ്റേണ്ട ഗതികേടാണെന്നും താനൊരു വനിതാ സംരംഭക ആയതുകൊണ്ട് പലയിടത്തു നിന്നും മോശം അനുഭവങ്ങളാണ് ഉണ്ടാവുന്നതെന്നും ഒക്കെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കുറച്ച് ദിവസം ചില ചർച്ചകളൊക്കെ നടന്നെങ്കിലും അതൊന്നും സിനിമയ്ക്ക് ഗുണമായില്ല. ഈ ഫ്രീ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇടയ്ക്ക് അനൂപനും പറഞ്ഞായിരുന്നു ഈ ഫ്രീ ടിക്കറ്റിന്റെ കാര്യം. നിങ്ങൾ ആരെങ്കിലും ഈ ഫ്രീ ടിക്കറ്റിന് സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട സിനിമ തങ്കമണി. അപ്പോൾ പറഞ്ഞു വന്നത് ലിറ്റിൽ ഹാർട്ട്സ്. അപ്പോൾ എന്ത് തന്നെ ആയാലും പടം ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി ലിറ്റിൽ ഹാർട്ട്സ്. ഒരു ആവറേജ് ഹിറ്റ് തന്നെ ആയോന്ന് സംശയമാണ്. കാരണം പടത്തിന് കയറിയ ഭൂരിഭാഗം പേര് ഫ്രീ ടിക്കറ്റിലാണ് കയറിയെന്ന് പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഈ കളക്ഷന്റെ ഒക്കെ ഒരു ജെന്യൂനിറ്റി. ഗോളം. കഴിഞ്ഞ മെയ് മാസ അനാലിസിസ് വീഡിയോയിൽ ഒരുപാട് പേര് കമന്റിൽ പറഞ്ഞിരുന്നു ഗോളത്തിനെ പറ്റി. എന്നാൽ അവരോടായിട്ടാണ് ഗോളം റിലീസായത് മെയ്യിലല്ല ജൂണിലാണ്. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സിനിമയെ പറ്റി ഇത്രയും ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണം വേർഡ് ഓഫ് മൗത്ത് അഥവാ മൗത്ത് പബ്ലിസിറ്റി. ജൂൺ 7-നാണ് ഗോളം തിയേറ്ററുകളിലേക്ക് എത്തിയത്. വലിയൊരു പ്രൊമോഷനോ സ്റ്റാർ കാസ്റ്റോ ഇല്ലാതെ റിലീസായ ഒരു സിനിമയായിരുന്നു ഗോളം. നവാഗതനായ സംജാത് PS ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സിനിമ കണ്ടവരാരും ഇത് പുള്ളിയുടെ ആദ്യ ഡയറക്ഷൻ ആണെന്ന് പറയില്ല. അമ്മാതിരി ലെവലിലാണ് പുള്ളിക്കാരൻ പണി വച്ചേക്കുന്നത്. മേക്കിംഗ് മാത്രമല്ല, സിനിമയുടെ തിരക്കഥയും കിടുവായിരുന്നു. ഒരു ഓഫീസിൽ ഉണ്ടാകുന്ന കൊലപാതകവും അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണവുമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അന്വേഷണം എന്ന് പറയുമ്പോൾ കൊലയാളി ആര് എന്നതല്ല, ആ കൊലയാളി എങ്ങനെ അയാളെ കൊന്നു എന്നതാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായൊരു പാറ്റേണിലാണ് പടം ത്രൂ ഔട്ട് പോകുന്നത്. കാണുന്ന പ്രേക്ഷകനെ പിടിച്ചിരുത്തിക്കൊണ്ട് അതെങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ചിന്തിപ്പിക്കുന്ന ടൈപ്പ് പരിപാടി. ഇപ്പോഴത്തെ ഡെഡ് സ്റ്റാർ ദിലീഷ് പോത്തനാണ് ഈ സിനിമയിലും ഡെഡ് ആവുന്നത്. ട്വിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, സിനിമയുടെ ട്രെയിലർ തന്നെ അത് കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ സിനിമയിൽ ആദ്യമേ തന്നെ പുള്ളി അങ്ങ് മരിക്കും. പിന്നെ പുള്ളിയുടെ തല കണ്ടാലേ അറിയാമല്ലോ ഇത്
ക്ലൈമാക്സ് വരെ ഒന്നും പോകില്ല. ഗോളം സിനിമയുടെ ട്രെയിലർ ആ സമയത്ത് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടിയിരുന്നു. ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് പടം കാണാൻ ഒരു തോന്നൽ വരും. ഞാനൊക്കെ ആ ട്രെയിലർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പടം കാണുന്നത്. എന്നെ പോലെ തന്നെ അങ്ങനെ സിനിമ പോയി കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവർ തന്നെയാണ് ഈ സിനിമ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ കാരണക്കാരായത്. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഹെവി പോസിറ്റീവ് റിപ്പോർട്ടാണ് പടത്തിന് വന്നത്. എന്നാൽ ആദ്യ ദിവസങ്ങളിൽ വേണ്ടത്ര ഒരു തള്ളിക്കയറ്റം സിനിമയ്ക്ക് ഇല്ലായിരുന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പടം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയതും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ഓടാൻ തുടങ്ങിയത്. പവർ, മൗത്ത് പബ്ലിസിറ്റിയുടെ പവർ. മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ? ഫ്രാഗ്രന്റ് ഫിലിം നേച്ചർ ക്രിയേഷൻസിന്റെ ആനി സജീവും സജീവ് പി കെയും ചേർന്നാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നായകനായി അഭിനയിച്ചിരിക്കുന്നത് അവരുടെ തന്നെ മകനായ രഞ്ജിത്ത് സജീവാണ്. പുള്ളിക്കാരനെ ബൂസ്റ്റ് ചെയ്യുന്ന ലെവൽ ചില സീനുകൾ കുറച്ച് പടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊന്നും മൈൻഡ് ആക്കാത്ത ലെവൽ ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടേത്. രഞ്ജിത്തിനെ കൂടാതെ സണ്ണി വൈൻ, സിദ്ദിഖ്, അലൻസിയർ എന്നിവരും പടത്തിൽ കിഡിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ല കിഡിലൻ ക്യാമറ വർക്കും BGM-ഉം എല്ലാം കൊണ്ട് പടം വേറെ ലെവലായിരുന്നു. എന്ത് തന്നെ ആയാലും സിനിമ തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്തിരുന്നു. അതായത് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമ തന്നെയാണ് ഗോളം. പടം ഇപ്പോ ആമസോൺ പ്രൈമിൽ റിലീസ് ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായ പടമാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. DNA, TS സുരേഷ് ബാബു. ഈ പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് തന്നെ നമ്മുടെ പണ്ടത്തെ കിഡിലൻ സംവിധായകന്മാരിൽ ഒരാളായ TS സുരേഷ് ബാബു. TS സുരേഷ് ബാബുവിന്റെ തിരിച്ചുവരവെന്ന ലേബലിൽ വന്ന സിനിമയാണ് DNA. ഈ സിനിമയുടെ റിലീസിന് മുമ്പായിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അമാതിരി പ്രൊമോഷൻ ആയിരുന്നു ഈ പടത്തിന് കിട്ടിയത്. പ്രൊമോഷൻ മീൻസ് ഇന്റർവ്യൂസ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയായിരുന്നു DNA. ലക്ഷ്മി റോയ്, അതായത് ഇപ്പോ പേര് മാറ്റിയ റായ് ലക്ഷ്മി കുറച്ച് നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സിനിമ കൂടിയായിരുന്നു DNA. പക്ഷേ ആ തിരിച്ചുവരവ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തിരിച്ചുവരവായിരുന്നു. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ആദ്യ ദിനം തന്നെ സിനിമയ്ക്ക് കിട്ടിയത് ഒരു മിക്സഡ് അഭിപ്രായമായിരുന്നു. പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ ഈ സിനിമ കണ്ടവരും കുറവായിരുന്നു. ഒരു ത്രില്ലർ എന്ന ലേബലിൽ വന്ന സിനിമ പക്ഷെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല. കണ്ടവരൊക്കെ പറഞ്ഞത് കണ്ടുമടുത്ത സ്ഥിരം ക്ലീഷേ സബ്ജക്റ്റ് എന്നായിരുന്നു. എന്തുതന്നെയായാലും ഈ സിനിമയിൽ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇതിൽ നായകനായി അഭിനയിച്ചത് നമ്മുടെ മമ്മൂക്കയുടെ ബന്ധു കൂടിയായ അഷ്കർ സൗദാനായിരുന്നു. പുള്ളിക്കാരനെ കൂടാതെ ഹന്ന റജി കോശി, സ്വാസിക, അജു വർഗീസ്, ബാബു ആന്റണി, പിന്നെ നമ്മുടെ എയർ സ്റ്റാർ രഞ്ജി പണിക്കർ, കോട്ടയം നസീർ, അടിച്ചുകേറി വാ റിയാസ് ഖാൻ എന്നിവരൊക്കെ ആയിരുന്നു മറ്റു താരങ്ങൾ. എല്ലാവരും അവരവരുടെയൊക്കെ പോർഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കിങ്ങും അത്യാവശ്യം ഡീസന്റ് ആയിരുന്നു. അധികം നെഗറ്റീവ് ഒന്നും കണ്ടില്ല. പക്ഷേ പടത്തിന്റെ സ്ക്രിപ്റ്റ് നൈസായിട്ട് ഒന്നും പാളി. പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുന്ന ഒന്നും തന്നെ ഒരു ത്രില്ലർ സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനെ കൈവിടുന്ന കാഴ്ചയാണ് തിയേറ്ററിൽ കണ്ടത്. അത് തന്നെ ആയാലും ഈ സിനിമയുടെ തിയേറ്ററിലെ വെർഡിക്റ്റ് അത് തന്നെയായിരുന്നു. എസ്ര എന്ന മലയാളത്തിലെ ലക്ഷണമൊത്തൊരു ഹൊറർ സിനിമയ്ക്ക് ശേഷം JK എന്ന സംവിധായകന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് ഗർ. കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടുമായിരുന്നു ഇതിൽ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത്. തിരുവനന്തപുരം മൃഗശാലയിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് ആണ് ഈ സിനിമയുടെ ത്രെഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ പലരും ഇതിന്റെ ടീസർ കണ്ടപ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മദ്യപിച്ചുകൊണ്ട് ഒരാൾ മൃഗശാലയ്ക്കുള്ളിൽ കടന്നു കയറുകയും സിംഹത്തിന്റെ മടയിൽ, അതായത് സിംഹത്തിന്റെ ആ ഒരു കൂട്ടിൽ പെട്ടുപോകുന്നതും എന്നിട്ട് പുള്ളിക്കാരനെ രക്ഷപ്പെടുത്തിയെടുക്കുന്ന അവിടുത്തെ ജീവനക്കാരുടെ കഥയെല്ലാം നമ്മൾ കണ്ടതാണ്. ആ കഥ തന്നെയാണ് ഇതിൽ ചെറിയൊരു ഭാഗമായി കാണിച്ചിരിക്കുന്നത്. താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ തനിക്ക് കിട്ടില്ല എന്നുള്ള വിഷമത്തിൽ ബാറിൽ പോയി മദ്യപിച്ച് ഓഫായി മൃഗശാലയിലേക്ക് പോവുകയും അവിടെ ചെന്ന് ഈ സിംഹത്തിന്റെ മടയിലേക്ക് എടുത്തു ചാടുന്നതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. നല്ല രീതിക്ക് എടുക്കാമായിരുന്ന ഒരു സിനിമയെ എന്തൊക്കെയോ ചെയ്തു വെച്ച് തീർത്തൊരു ഫീൽ. അതൊക്കെ കൊണ്ട് തന്നെ ആവണം ആദ്യ ദിനം കട്ട നെഗറ്റീവാണ് പടത്തിന് വന്നത്. സുരാജിനും ചാക്കോച്ചനും പുറമെ ഇതിൽ വേറെയും കുറച്ച് പേര് അഭിനയിച്ചിട്ടുണ്ട്. രാജേഷ് മാധവൻ, മഞ്ജു പിള്ള, ശോഭി തിലകൻ, സെന്തിൽ കൃഷ്ണ, രമേശ് പിഷാരടി, അലൻസിയർ, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. ശ്രുതി രാമചന്ദ്രനും അനഘയുമായിരുന്നു ഇതിലെ നായികമാർ. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ കിടുവായിരുന്നു, പ്രത്യേകിച്ച് സുരാജ് ഏട്ടന്റെയും അലൻസിയറിന്റെയും ഒക്കെ. പക്ഷെ പടം എന്തോ അത്ര ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഞാൻ മുഴുക്കുടിയനാണേ എന്നും പറഞ്ഞുള്ള ചാക്കോച്ചന്റെ ഓവർ ആക്ടിങ്ങും ലാഗും ഒക്കെയായി എങ്ങനെയെങ്കിലും പടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് കാത്തിരുന്ന പ്രേക്ഷകരുടെ നെഞ്ചത്തോട്ട് വെച്ച റീത്തായിരുന്നു ഈ പാട്ട്. ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. നൈസായിട്ട് അനഘ തന്നെ ചെയ്തിട്ടുള്ള മറ്റേ ട്രെൻഡിങ് പാട്ട് എടുക്കാൻ നോക്കിയാണ്. പക്ഷേ ആര്യയും ഷാജി നടേശനും കൂടി ചേർന്ന് ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിലാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് സിനിമാസിനെയും അവരെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞ് അവരെയും കൂടെ ഒരു വിഷമത്തിലാക്കുന്നില്ല. ഓഗസ്റ്റ് സിനിമാസിന്റെ ഗംഭീര തിരിച്ചുവരവിനായി വെയിറ്റിംഗ്. എന്തായാലും ചാക്കോച്ചന്റെ ബോംബ് ലിസ്റ്റിലേക്കുള്ള ഒരു പുതിയ എൻട്രി ആയിരുന്നു ഗർ. പുള്ളിക്കാരൻ എന്തോ ഇപ്പോൾ ടൈം അത്ര ഓക്കെ അല്ലെന്ന് തോന്നുന്നു. ബ്ലോക്ക് ബസ്റ്ററുകളും സൂപ്പർ ഹിറ്റുകളും ഒക്കെ ചെയ്ത സംവിധായകരോടൊപ്പം
പടം ചെയ്യുന്നു പൊട്ടുന്നു, ചെയ്യുന്നു പൊട്ടുന്നു. അങ്ങനെ ഫോർ എക്സാമ്പിൾ, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടിയ ഒരു സിനിമയായിരുന്നു തിങ്കളാഴ്ച നിശ്ചയം. അതിന്റെ സംവിധായകൻ സെന്ന ഹെഗ്ഡെയ്ക്കൊപ്പം ഒരു പടം ചെയ്തു, പൊട്ടി. അത് കഴിഞ്ഞ് അജഗജാന്തരം എന്ന സൂപ്പർ ഹിറ്റ് സിനിമ അടിച്ചു നിൽക്കുന്ന ടിനു പാപ്പച്ചനെ കൊണ്ടുവന്നിട്ട് ചാവേർ ചെയ്യുന്നു, പൊട്ടി. പിന്നെ എന്നാത്താൻ കേസ് കൂടി ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിൽ അഭിനയിച്ചു ചാക്കോച്ചൻ, പൊട്ടി. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഗിർ ചെയ്തത്. അടുത്തത് ഇനി അമൽ നീരദിന്റെ പടമാണ്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ. അതെന്തായാലും ബ്ലോക്ക് ബസ്റ്റർ ആവും അല്ലേ? ആവൂലേ? ആവും. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ചാക്കോച്ചൻ തിരിച്ചു വരട്ടെ. ഉള്ളൊഴുക്ക്. പാർവതി, ഉർവശി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത സിനിമയാണ് ഉള്ളൊഴുക്ക്. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാതിരുന്ന ഈ സിനിമ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്താൻ ഉപയോഗമായത് ഇതിന്റെ ട്രെയിലർ തന്നെയാണ്. വളരെ കിഡിലൻ ട്രെയിലർ ആയിരുന്നു പടത്തിന്റെ. സുഷിൻ ശ്യാമിന്റെ BGM തന്നെ ആയിരുന്നു ആ ട്രെയിലറിന്റെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന്. പിന്നെ ഉർവശി ചേച്ചി, പാർവതി എന്നീ രണ്ട് കിടിലൻ അഭിനേതാക്കളുടെ പെർഫോമൻസും. ഞാനീ പറഞ്ഞത് ട്രെയിലറിന്റെ കാര്യം മാത്രമല്ല, സിനിമയുടെ കാര്യം കൂടിയാണ്. അമ്മാതിരി കിടിലൻ ഒരു പടം തന്നെയാണ് ഉള്ളൊഴുക്ക്. ഒരു രീതിക്കുമുള്ള കൊമേഴ്സ്യൽ എലമെന്റ്സും ഇല്ലാത്ത ഒരു ചെറിയ സിനിമ. ദാമ്പത്യ ജീവിതത്തിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊപ്പം തന്നെ മെന്റൽ റിലേഷൻഷിപ്പും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ട്രെയിലറിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലാണ് കഥ നടക്കുന്നത്. അവിടെ ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടാവുകയും ബോഡി അടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പെരുമഴ പെയ്യുകയും അതിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാർവതിയുടെയും ഉർവശി ചേച്ചിയുടെയും പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. അതിൽ തന്നെ ഉർവശി ചേച്ചി മാതിരി പെർഫോമൻസ് ആണ്. ചില സീനൊക്കെ കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞുപോയി. ഇവരെ രണ്ടുപേരെയും കൂടാതെ അർജുൻ രാധാകൃഷ്ണനും പ്രശാന്ത് മുരളിയുമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള മെയിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. മെയിൽ എന്ന് പറഞ്ഞത് ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ ആയതുകൊണ്ടാണ്. പ്രശാന്ത് മുരളിയുടെ ഡെഡിക്കേഷൻ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഈ പടത്തിൽ ജാതി പെർഫോമൻസ് ആയിരുന്നു പുള്ളി. ഡെഡിക്കേഷൻ എന്നൊക്കെ വെച്ചാൽ അമ്മാതിരി ലെവലാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമ റിലീസ് ദിവസം തന്നെ ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ് നേടിയിരുന്നത്. അതേ ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് തന്നെയാണ് OTTയിൽ ഇറങ്ങിയപ്പോഴും സിനിമയ്ക്ക് കിട്ടുന്നത്. ഈ സിനിമയിലെ ഗംഭീര പ്രകടനത്തിലൂടെ ഉർവശി ചേച്ചി മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 6ാമതും നേടി. ഒരു അത്ഭുതവും ഇല്ല, കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക, പടം ആമസോൺ പ്രൈമിലുണ്ട്. ഗഗനചാരി. അനാർക്കലി മരക്കാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ്, ഗണേഷ് കുമാർ എന്നിവരെ മെയിൻ ക്യാരക്ടേഴ്സ് ആക്കി അരുൺ ചന്തു സംവിധാനം ചെയ്തൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സിനിമയാണ് ഗഗനചാരി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സയൻസ് ഫിക്ഷൻ സിനിമ. എന്തോന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സയൻസ് ഫിക്ഷൻ സിനിമ. മണ്ടൻ അല്ല, വായിക്കാറിയാൻ പോലത്തെ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. 2050 ആകുമ്പോഴേക്കും നമ്മുടെ ലോകം എങ്ങനെ ആയിരിക്കുമെന്നും ഈ ലോകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത്. അന്യായ ടെക്നിക്കൽ ക്വാളിറ്റിയാണ് പടത്തിനുള്ളത്. നല്ല കിടിലം മേക്കി. സിനിമ ഒട്ടുമിക്കവർക്കും വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല കിടിലം വർക്ക് എന്ന് വേണം ഈ പടത്തെ പറ്റി പറയാൻ. അജിത് വിനായകയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരന്റെ കാര്യം അറിയാമല്ലോ, ബാന്ദ്ര പോലൊരു ആറ്റം ബോംബ് എടുത്തിട്ടാണ് പുള്ളി ഈ ചെറിയൊരു സിനിമയായിട്ട് വന്നിരിക്കുന്നത്. ഈ സിനിമ ഒരു ആശ്വാസം തന്നെ ആയിരുന്നു പുള്ളിക്കാരന്. തർക്കേടില്ലാത്ത ലെവലിൽ ഒരു തിയേറ്റർ സക്സസ് ആയിരുന്നു ഗഗനചാരി. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ അത്യാവശ്യം ആളുകൾ തിയേറ്ററുകളിൽ വന്നിരുന്നു പടം കാണാൻ. ഇതിലെല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നെങ്കിലും പടം കണ്ടവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരുപക്ഷെ ഗണേഷ് കുമാർ ചെയ്ത അമ്മാവൻ വിഷുവായിരിക്കും. നല്ല കിടിലൻ കൗണ്ടറുകളൊക്കെ ആയിട്ട് ഒരു വൈബ് ക്യാരക്ടറായിരുന്നു ഗണേഷ് കുമാർ അവതരിപ്പിച്ച അമ്മാവൻ കഥാപാത്രം. എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ അന്യായ തലയുള്ള സംവിധായകനാണ്. അത്യാവശ്യം നല്ലൊരു ബജറ്റ് ഇറക്കാൻ ധൈര്യമുള്ള ഒരു പ്രൊഡ്യൂസറും നല്ലൊരു സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ പുള്ളിക്കാരന് വേറെ ലെവൽ പടങ്ങൾ മലയാളത്തിൽ ചെയ്യാം. പക്ഷേ നല്ല സ്ക്രിപ്റ്റ് വേണം. ഇതേ അരുൺ ചന്തുവിന്റെ കഴിഞ്ഞ പടങ്ങളായ സായാഹ്ന വാർത്തകളിലും സാജൻ ബേക്കറിയിലും ഒക്കെ അങ്ങനെ ഒരു മികച്ച സ്ക്രിപ്റ്റ് മിസ്സിംഗ് ആയിരുന്നു. ഇവിടെ ഗഗനചാരിയുടെ ഗംഭീര സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ശിവസായിയും സംവിധായകനും ചേർന്നാണ്. ഗഗനചാരി പ്രേക്ഷകർ ഏറ്റെടുത്ത പാടെ തന്നെ സംവിധായകൻ അടുത്ത സിനിമ അനൗൺസ് ചെയ്തിരുന്നു, മണിയൻ ചിറ്റപ്പൻ. സുരേഷ് ഗോപിയാണ് ലീഡ് റോളിൽ. ഈ സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്നാൽ ഇത് ഗഗനചാരി യൂണിവേഴ്സിൽ പെടുന്ന ഒരു പടമെന്നാണ്. എന്തായാലും ഗഗനചാരി പോലെ തന്നെ ഒരു കിടുക്കം പടം ആവട്ടെ ഇതും. പാരഡൈസ്. ദർശന രാജേന്ദ്രൻ, മലയാളത്തിന്റെ ഇമ്രാൻ ഹഷ്മി, റോഷൻ മാത്യു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശ്രീലങ്കൻ സംവിധായകനായ പ്രസന്ന വിധനാകെ സംവിധാനം ചെയ്ത സിനിമയാണ് പാരഡൈസ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ സിനിമാസും മദ്രാസ് ടാക്കീസുമാണ്. മദ്രാസ് ടാക്കീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ് ഡയറക്ടർ മണിരത്നത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി. പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയ ടൈമിൽ കുറച്ചുപേരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന മലയാളം പടം എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സിനിമയായിരിക്കും എന്നൊരു ഉറപ്പ് ഉണ്ടായിരുന്നു. ആ ഉറപ്പ് ശരിവെക്കുന്നത് തന്നെയായിരുന്നു സിനിമയുടെ റിലീസിന് ശേഷം വന്ന പോസിറ്റീവ് റെസ്പോൺസ്. ആദ്യ ദിനം സിനിമ കണ്ട ഒട്ടുമിക്കവർക്കും പടം വർക്കായി. അങ്ങനെ ഒരു കൊമേഴ്സ്യൽ എന്റർടൈനർ ഒന്നും അല്ല പടം, രാഷ്ട്രീയം സംസാരിക്കുന്ന മൂവി. സിനിമ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഒരു തീ സംഭവമായി കണ്ടവർക്ക് തോന്നിയതും. ശ്രീലങ്കൻ സംവിധായകനായതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ നടക്കുന്ന ഒരു കഥ തന്നെയാണ് ഈ പടത്തിലുള്ളത്. ശ്രീലങ്കയിൽ എത്തിച്ചേരുന്ന 2 ഇന്ത്യക്കാർ മലയാളികൾ, അതായത് ദർശനയും റോഷനും. അവരവിടെ എത്തിപ്പെടുന്നത് ശ്രീലങ്കയിൽ സാമ്പത്തിക പ്രതിസന്ധി നടക്കുന്ന ഒരു സമയത്താണ്. അങ്ങനെ ഒരു രാത്രി അവരുടെ മുറിയിൽ നിന്നും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ മോഷണം പോവുകയും
അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് പടത്തിൽ കാണിച്ചു പോകുന്നത്. പടത്തിന്റെ ക്ലൈമാക്സ് ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അമ്മാതിരി അൺഎക്സ്പെക്റ്റഡ് സാധനമായിരുന്നു അത്. ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ പടം പക്ഷേ തിയേറ്ററുകളിൽ വലിയൊരു വിജയമൊന്നും ആയില്ല. ഒരുപാട് ഇന്റർനാഷണൽ പുരസ്കാരങ്ങൾ പടത്തിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ പടം ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞാൻ IFFK നിറഞ്ഞ സദസ്സിലിരുന്ന് കണ്ടതാണ്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതൊന്നും കൂടാതെ വേറെയും കുറച്ച് സിനിമകളൊക്കെ വന്നിരുന്നു ജൂൺ മാസത്തിൽ. അഭിരാമി, ജമാലിന്റെ പുഞ്ചിരി, മായമ്മ, പിന്നെ ഇന്റർവ്യൂ സെൻസേഷണൽ സ്റ്റാർ മണിക്കുട്ടൻ വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചുപോയ ശ്രീ മുത്തപ്പൻ, പുള്ള് റൈസിംഗ്, മുറിവ്, ഒരു കഥ പറയും നേരം, ബിജു മേനോൻ സുരാജ് വഞ്ഞാറമൂട് ടീമിന്റെ നടന്ന സംഭവം, മത്ത്, മോണിക്ക ഒരു AI ലവ് സ്റ്റോറി, ഇന്റർവ്യൂ സ്റ്റാർ ധ്യാനിന്റെ ജൂൺ മാസ ബോംബ്, സ്വർഗത്തിലെ കട്ടറും, ബിഗ് ബെൻ, കുണ്ടല പുരാണം, പട്ടാപ്പകൽ എന്നിവയാണ് ജൂൺ മാസം വന്നുപോയ സിനിമകൾ. ഇതിൽ ചില സിനിമകളൊക്കെ വാച്ചബിൾ ആയിരുന്നെങ്കിലും ആൾക്കാർ ഈ ഒരു മലവെള്ള പാച്ചില്ല അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് വിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ജൂൺ മാസത്തിൽ റിലീസായി ജസ്റ്റ് ഹിറ്റായതും പരാജയമായതുമായ സിനിമകൾ. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വിജയം അർഹിച്ചിരുന്ന പല സിനിമകളും ഒരു പരാജയമായി പോയിട്ടുണ്ട്. പ്രൊമോഷൻസിന്റെ കുറവും സിനിമയുടെ ജോണറും ഒക്കെ ആവാം ആ പരാജയത്തിന് കാരണം. എന്തായാലും ജൂൺ മാസം അത്ര നല്ലൊരു മാസം ആയിരുന്നില്ല മലയാള സിനിമയ്ക്ക്. ഇനി ജൂലൈ മാസത്തെ സിനിമകളുടെ അവലോകനവും അനാലിസിസും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.